for the welfare of the people. You all know I will not talk in detail. But Waqf is dedication of a property in the name of Allah for the purpose of the property and land belong to you. You cannot, the Waqf board cannot declare somebody's property as Waqf property. We have made the provisions very clear. From today in India, I declare nobody will face the problem faced by the people of Munambam. There will be no more unilateral declaration of any property as Waqf property. This draconian provision has been obliterated, it's been deleted and removed forever. These are very important steps taken in the interest of the common people of this country. I'm not going into the details, but I'm here today concerning the pains and sufferings you have endured. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. വഖഫ് ബില്ലിൽ ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങളൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നില്ല. ഈ മാറ്റങ്ങളൊക്കെ തന്നെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സാധാരണക്കാർക്ക് നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമമായ ലക്ഷ്യമെന്നുള്ളത് സാധാരണ മനുഷ്യർക്ക്, സർവ്വസാധാരണക്കാർക്ക് നീതി നടപ്പാക്കുക എന്നതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, CPIM-ഉം കോൺഗ്രസും ഒക്കെ ഇതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനെ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്തുള്ളത് വളരെ കുറച്ച് ജനങ്ങൾ മാത്രമാണ്. അവരുടെ വോട്ട് നഷ്ടപ്പെട്ടാലും അതിലും അധികം വോട്ട് കിട്ടുമോ? NDAയുടെ നന്ദി മോദി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന ഉറപ്പ് അവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു.